ഹായ് ഓൾ, നമസ്കാരം. സൈലന്റ് ടെക്നിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ PWD-AE എക്സാം വളരെ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷൻസ് പല ആൾക്കാർക്കും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കറണ്ട് സ്റ്റാറ്റസ്, അതായത് ആ കോമ്പറ്റീഷൻ ലെവൽ, നമ്മുടെ കഴിഞ്ഞ ആ ഒരു PWD-AE എക്സാമും ഇപ്പോൾ നടക്കാൻ പോകുന്നു, നമ്മുടെ ഡിസംബർ 11 നടക്കാനിരിക്കുന്ന നമ്മുടെ ആ ഒരു PWD-AE എക്സാമിന്റെ ആ ഒരു കമ്പാരിസൺ, എങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം, അതുപോലെ നമ്മുടെ ആ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേക്കൻസി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിന്റെ കേസ് പൊതുവെ PSCന്റെ ആ ഒരു നമ്മുടെ സിവിൽ എക്സാംസ് ഒക്കെ നോക്കിയാൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസും അതുപോലെ ആ ഒരു കൺഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയൊരു മാറ്റം അല്ലെ. നമുക്കൊരു അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് ആൾക്കാരുടെ മാറ്റങ്ങൾ ഇപ്പൊ കറന്റ്ലി നടക്കുന്ന പല എക്സാംസിനും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ചേഞ്ച് നമ്മുടെ ഈ ഒരു PWD-AE എക്സാമിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ആ ഒരു മാറ്റം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അതുപോലെ കഴിഞ്ഞ ആ ഒരു എക്സാമിൽ വന്നിട്ടുള്ള ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ആ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ കാര്യം എന്താണ്, നമ്പർ ഓഫ് ആൾക്കാർ, മെയിൻ ലിസ്റ്റും അതുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതല്ലാണ്ട് ആ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ ആ ഒരു എണ്ണവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലെ. എത്ര ആൾക്കാർ അപ്ലൈ ചെയ്ത സമയത്താണ് ആ ഒരു എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ ആ ഒരു 75 അതിനടുത്ത് വരുന്ന ആ ഒരു ആൾക്കാർ ലിസ്റ്റിൽ കയറിയത് അല്ലെ. അപ്പൊ കഴിഞ്ഞ ഒരു PWD-AE എക്സാം നടന്നത് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ ഒരു 7/6/2023 ജൂൺ 7, 2023 ആ ഒരു എക്സാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ PWD-AE ആ ഒരു എക്സാം നടന്നത്. അതിന്റെ കേസിൽ ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന വർഷം എന്ന് പറഞ്ഞത് 6/5/2024 ആയിരുന്നു അല്ലെ. ആ ഒരു റാങ്ക് ലിസ്റ്റ് വിത്ത് ഇഫക്റ്റ് ആയത് ആ ഒരു നിലവിൽ വന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു 6/5/2024 അപ്പൊ ഈ ഒരു 1.5 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്താണ് നമ്മൾ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമിന് ഡേറ്റ് അടക്കം തന്നു അല്ലെ. ആ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പറയുന്ന പോലെ ആ ഒരു 73 ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ. അപ്പൊ ഓൾറെഡി അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് ആൾക്കാർക്ക് പോസ്റ്റിംഗ് കിട്ടിയതുകൊണ്ട് അത് കാരണമായിരിക്കാം ചിലപ്പോൾ. അതുപോലെ ഇലക്ഷന്റെ ആ ഒരു കേസൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചിലപ്പം നമുക്ക് നെക്സ്റ്റ് ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ചട്ടമൊക്കെ നിലവിൽ വന്നാൽ ചിലപ്പോൾ എക്സാം ഒക്കെ നടത്തുന്നതിനുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അതിന് മുന്നേ ഈ ഒരു എക്സാം നടത്തിയിട്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കാനുള്ള ഒരു നീക്കം PSC നടത്തുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ അതുപോലെ നമ്മുടെ PWD-AE എക്സാമിന്റെ കൂടെ തന്നെയാണ് ആ ഒരു കാലയളവിൽ തന്നെയാണ് നമ്മുടെ എന്താണ് പോളി ലെക്ചർ എക്സാം, അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, അതുപോലെ എക്സാം ഇറിഗേഷന്റെ എക്സാം ഒരുമിച്ച് നടന്നതാണ്. അപ്പൊ ഈ പറയുന്ന ഇതിനേക്കാളും ബെറ്റർ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുക എന്തായാലും നമ്മുടെ ആ ഒരു പോളി ലെക്ചറും അതുപോലെ ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളുമാണ് അല്ലെ. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോയത് കൊണ്ടായിരിക്കാം, അങ്ങനെ പോകാനൊരു ചാൻസ് അവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു എക്സാം പെട്ടെന്ന് തന്നെ വിളിക്കുന്നത്. ആ 70 എന്ന് പറയുന്ന നമ്പറിലേക്ക് ആ മെയിൻ ലിസ്റ്റിലേക്കുള്ള ആ ഒരു പോസ്റ്റിംഗ് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ തീർന്നു പോയേക്കാന്നുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു എക്സാം വിളിച്ചത് അല്ലെ. അപ്പൊ ആ ഒരു വർഷം 2023 ഈ എക്സാം നടന്നപ്പം 29,810 PSC സൈറ്റിന്റെ അകത്തുള്ള ആ ഒരു ഡാറ്റയാണ്. 29,817 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 23,830 ഇതിൽ ഏകദേശം ഒരു എത്രയാണ് ഒരു 6,000-ലധികം ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കാത്ത രീതിയിൽ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ 23,833 ആൾക്കാർ എഴുതിയ ആ ഒരു എക്സാമിന്റെ അകത്താണ് നമ്മൾ പറയുന്നത് പോലെ 73 അല്ലെ 70 ആൾക്കാരെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്ത് അതിന്റെ ആ ഒരു നിലവിൽ വന്ന ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് അഡ്വൈസ്, ഒരു 40-50 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന്റെ അടുത്തുള്ള ആൾക്കാർക്ക് തന്നെ ഓപ്പൺ കാറ്റഗറിയിലൊക്കെ ആ ഒരു റാങ്ക് എന്താണ് ആ ഒരു പോസ്റ്റിംഗ് ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു ആ ഒരു പ്രീവിയസ് ആയിട്ട് നടന്ന എക്സാമിന്റെ കേസാണ്. നമുക്കിനി കറണ്ട് ആയിട്ടുള്ള ആ ഒരു എക്സാമിന്റെ കേസ് നിങ്ങൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകുന്ന അതായിരിക്കും അല്ലെ. എത്ര ആൾക്കാർ അപ്ലൈ ചെയ്തു, എത്ര ആൾക്കാർ കൺഫർമേഷൻ കൊടുക്കുന്നുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ ഈ വർഷം നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞല്ല PSC ആ ഒരു സൈറ്റിൽ പറയുന്നത് 21,177 ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 3,000-ൽ കൂടുതൽ ആൾക്കാർ എക്സാം കൺഫർമേഷൻ കൊടുത്തില്ല. അപ്പൊ 18,021 ആൾക്കാരാണ് ഇപ്പം കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാലോ ഏകദേശം ഒരു 5,500-ൽ പല ആൾക്കാരുടെ ആ ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ നോക്കിയാൽ 70 ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ട സമയത്ത് 23,000 സംതിങ് ആൾക്കാരായിരുന്നു ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തത്. അതേ സമയത്ത് ഇനി നടക്കാൻ പോകുന്ന ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം 18,021. ഇനി അതിൻ്റെ അകത്ത് തന്നെ പൊതുവെ അല്ല നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയാം പൊതുവേ
നമ്മൾ എന്താണ് ആ ഒരു പൊതുവേ നമ്മൾ ഒരു എക്സാമുകളിൽ പോയാൽ അതിനകത്ത് 20 ആൾക്കാർ ഇരിക്കുന്ന ഒരു റൂമാണെങ്കിൽ മിക്കവാറും 3-4 ആൾക്കാരൊക്കെ പൊതുവെ ലീവ് ആവാറുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വരാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ആ ഒരു 60% ആൾക്കാരാണ് ഈ ഒരു എക്സാം എഴുതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-11,000 അല്ലെങ്കിൽ 12,000 ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആ ഒരു എക്സാം എഴുതുന്നുണ്ടാവുക. ആ 12,000 ആൾക്കാരോടാണ് നിങ്ങൾ, ഞാൻ റഫ് എസ്റ്റിമേറ്റ്, ചിലപ്പോൾ ഇനി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരിക്കലും നടക്കാത്ത ഒരു സിറ്റുവേഷനിൽ എല്ലാ ആൾക്കാരും വന്നു, ഈ 18,021 ആൾക്കാരും ചിലപ്പോൾ വന്നേക്കാം. അത് വേറെ കേസാണ്. എന്തായാലും നമ്മൾ യൂഷ്വലി ഉള്ള ആ ഒരു കേസിൽ പറയുന്നു മേ ബി ഒരു 12,000 ഒരു 13,000 ഒരു 70% അടുത്ത് നമുക്ക് നോക്കാം അല്ലെ. ഒരു 70% അടുത്ത ആൾക്കാരാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം അത്രയും ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്യും. ഇനി യൂഷ്വലി ഈ പറഞ്ഞ പോലെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഏകദേശം ആ കുറെ പോസ്റ്റിനൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളിനി അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചില വേക്കൻസികൾ ബാക്കിയായിട്ടുണ്ടാവാം. അതുപോലെ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു നെക്സ്റ്റ് വരുന്ന ആ ഒരു 3 ഇയേഴ്സിൻ്റെ അകത്തൊക്കെയുള്ള വേക്കൻസികൾക്ക് അല്ലെ ആഡ് ചെയ്യും. ഇപ്പൊ ആന്റിസിപ്പേറ്റഡ് എന്നാണ് പറയുന്നത്. എന്നാലും എന്തായാലും ആ ഒരു 70 ആൾക്കാരുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും, ഒരു 100-150 ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കാം ഇനി നെക്സ്റ്റ് ആ ഒരു എക്സാമിന്റെ ഭാഗമായിട്ട് PSC പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു കേസ് നമ്മുടെ ആ ഒരു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 5000 കുറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മുടെ ആ ഒരു മെയിൻ ലിസ്റ്റിൽ വരാൻ പോകുന്ന ആൾക്കാരുടെ നമ്പർ മേ ബി ഒരു ഇരട്ടി ആകാനൊരു ചാൻസ് അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ് ഒരു പ്രശ്നം അവിടെയാണ്. നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്നെല്ലാം നടന്നുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ്. പക്ഷെ നമുക്ക് മാത്രമല്ല ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും അതേ അവസ്ഥയാണ്. പ്രിപ്പറേഷൻ ഒക്കെ കാര്യമായിട്ട് ഇനി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ച ആൾക്കാർക്ക് അല്ലേ പെട്ടെന്ന് ഒരു എടുത്തി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. അതുപോലെയാണ് നമുക്ക് ആ ഒരു PWDE എക്സാം വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ആ സെയിം ലെവലാണുള്ള ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങോട്ടേക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് ഉറപ്പായിട്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന 150 ആൾക്കാരാണെങ്കിൽ 150 ആൾക്കാർ അതിൽ ടോപ്പ് 10ന്റെ അകത്ത് തന്നെ കയറി പറ്റണം അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ PWDEക്ക് വേണ്ടി കാഴ്ചവെക്കുക. അതുപോലെ നമ്മൾ നെക്സ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എക്സാം നമുക്ക് വിളിച്ചിട്ടുണ്ട് അല്ലെ. അതെന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ മേ ബി ഒരു ആ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു, നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മേ ബി അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റും അതുപോലെ എക്സാമിന്റെ ഒക്കെ ഡേറ്റ് വരുമ്പോഴത്തേക്ക് നല്ല വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി പഠിക്കണമെങ്കിൽ അതിനുള്ളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ടാർഗറ്റ് PCBAE ബാച്ചാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാം തന്നെ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിലിന്റെ ആ ഒരു ടോപ്പിക്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് ഉണ്ട്, മാത്സിന്റെ ടോപ്പിക്സ് ഉണ്ട്. അതെല്ലാം കൂടി നിങ്ങൾക്ക് 12,999 ആണ് കിട്ടുക. ഇനി ഇതല്ലാണ്ട് നമ്മുടെ ആ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്ലസ് മാത്സ് പ്ലസ് എൻവയറമെന്റ് അല്ലെ, ആ സിവിലിനാണ്ട് ബാക്കിയുള്ള ആ ഒരു ബാച്ച് അവൈലബിൾ ആണ് നമുക്ക് 4499 എന്ന് പറയുന്ന ഒരു എമൗണ്ടിന്. അപ്പൊ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9995 എന്ന് പറയുന്ന നമ്പറിലെ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. വളരെ മിനിമൽ എമൗണ്ടിലാണ് നിങ്ങൾക്ക് ആ ഒരു വേറെ എവിടെയും കിട്ടാത്ത ആ ഒരു എമൗണ്ടിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു മാക്സിമം അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കുക. ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ പഠിച്ചു തുടങ്ങുക. ഇനി പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ആദ്യം PWDE എക്സാം നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു PCBAയും കൂടി ഒന്ന് സെറ്റ് ആക്കണം അല്ലേ. അപ്പൊ നമുക്ക് അത് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലൊക്കെ കാണാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്.